ഫാസ്മിന സക്കീർ ഇൻസ്റ്റഗ്രാം അല്ലെ ഒരു സോഷ്യൽ മീഡിയ രംഗത്ത് അവരെക്കുറിച്ച് ഭയങ്കരമായ ന്യൂസുകളൊക്കെ ഭയങ്കര തരംഗമായിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ പഴയ പാസ്റ്റിലെ കുറെ പേര് ചിക്കിച്ച് കഴിഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും സംസാരിക്കുന്നില്ല. ഇപ്പോൾ അവരെ കുറിച്ച് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരൊരു ഓട്ടോ ഡ്രൈവറുമായിട്ട് കലഹിക്കുന്നത്. അതെന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. ചോദിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ. അപ്പോൾ ഇതാണ് കാര്യം. അവരൊരു ഓട്ടോയിൽ കയറുന്നു, ഒരു ഓട്ടോ ഡ്രൈവറുമായിട്ട് സ്റ്റുഡിയോയിൽ പോകാനായിട്ട് അവര് എന്താ പറയുന്നത്, ഓട്ടോ ഡ്രൈവറോട് പറയുന്നു. അപ്പൊ അദ്ദേഹം അവരോട് ചോദിക്കുന്നുണ്ട് പോകേണ്ട വഴി പറഞ്ഞു തരുമോ, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അവര്, അതായത് ഈ ഫസ്മിന എന്ന് പറയുന്ന അവര് അദ്ദേഹമായിട്ട് ചൂടായി, അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആകെ ഇഷ്യൂ ആക്കി. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഈ പറയുന്ന ഫോളോവേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഇവരിടുന്ന വീഡിയോസ് ആൾക്കാർ ശ്രദ്ധിക്കും. പക്ഷെ എന്താണ് ഓട്ടോ ഡ്രൈവർക്ക് പറയാനുള്ളത് എന്നുള്ളത് ആരും കേട്ടില്ല. ഇപ്പൊ അദ്ദേഹം എന്താ പറയുന്നത് കൃത്യമായിട്ട് അറിയാം. നമുക്കൊന്ന് കേട്ടു നോക്കാം. നിങ്ങളല്ലേ കഴിഞ്ഞ സ്റ്റാൻഡിൽ ആ പിള്ളേരോടൊക്കെ എന്തോ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരാള്. അല്ല, ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. ഇത് ഓടിക്കാൻ നടക്കുമ്പോൾ ആൾക്കാർ എന്നെ ഓട്ടം വിളിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഞാൻ എന്നാ ചെയ്യണം? പിന്നെ എന്റെ വണ്ടിയിൽ രണ്ടുപേരും ഒന്ന് കയറി. അവരാ വണ്ടി കയറിയപ്പോ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഒരു ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഞാൻ അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഒരു പണി ചെയ്ത് അറിയാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ അവർ ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. വൈകുന്നേരം 7 മണിയായി. ഒരു പറലങ്ങ് കൂടുതൽ വണ്ടി പോയില്ല. അതിപ്പുറം വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാൽ ജീവിക്കുന്നത്. അപ്പൊ ആരെങ്കിലും കണ്ടാൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവിടാറുണ്ട്. പ്ലാന്റേഷൻ കിടന്നാണ് ഞാൻ ഓടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വയറിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. എന്നാ ചെയ്യണേ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരറിഞ്ഞു. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ടും റീൽസിന് വേണ്ടിയിട്ടും ഇത്തരം പോക്കരിത്തരം കാണിക്കുന്ന നിങ്ങളോടാണ് ഈ ഒരു ചോദ്യം. ഈ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ 3 ചക്രമുള്ള വണ്ടിയായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. സ്റ്റുഡിയോ ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത മനുഷ്യനാണിത്. അവരോട് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞെന്താ അറിയോ, സ്റ്റുഡിയോ എന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ട സ്ഥലമല്ലേ മക്കളെ എന്നാ ചോദിച്ചതെന്ന്. അവര് പറഞ്ഞു സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. സ്റ്റുഡിയോ എന്നാ നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ല. ഭാവത്തിന് അറിയാൻ പാടില്ല. എന്തിനാ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണേ? കുറച്ച് മനുഷ്യത്വം കാണിക്കണം. ഇത്രേ പറയാനുള്ളൂ. ഇവിടുത്തെ അയൽവാസി എന്ന നിലയിൽ ഈ ചേട്ടനോട് നമുക്ക് ചോദിച്ചു നോക്കാം, ആ മനുഷ്യൻ മദ്യപിക്കോ, ആ മനുഷ്യൻ എന്താണെന്നുള്ളത്. വർഷങ്ങളായിട്ട് ഞാൻ പുള്ളി മദ്യപിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. വെള്ളടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ വീഡിയോ കണ്ട് പുള്ളി മാനസികമായിട്ട് അങ്ങ് തളർന്നു പോയി. പിന്നെ പലരും ഓട്ടോ വിളിക്കാത്ത രീതിയിലൊക്കെ അങ്ങോട്ട് ആയി. KL38L 8912 ഈ വണ്ടി നമ്പർ സഹിതം വെച്ചാണ് ഒരു വീഡിയോ എടുത്തിട്ടേക്കുന്നത്. എന്തിനാ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്? ഈ മനുഷ്യൻ കുടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ മദ്യപാനിയാണെന്ന് തെളിയിച്ചാൽ ഈ വണ്ടി ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. ഈ വീഡിയോയിൽ കൂടെ നമുക്ക് ആ ഒരു എക്സ്പ്ലനേഷനിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എവിടെ എന്താണ് സംഭവിച്ചതെന്ന്. ഒരു സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവർ, അദ്ദേഹം ഈ പറയുന്ന പോലെ സാധാരണ എന്താ പറഞ്ഞ ആൾക്കാരുമായിട്ട് ഇടപഴകി, അവരധികം വലിയ ടേംസോ കാര്യങ്ങളോ ഒന്നും അറിയത്തൊന്നുമില്ല. സ്റ്റുഡിയോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സ്റ്റുഡിയോ എന്ന് കേട്ടു. ചേട്ടാ ഇന്ന പോലെ സ്റ്റുഡിയോയിൽ എത്തിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഏത് സ്റ്റുഡിയോയിലേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു. ഇവിടെ 10-11 സ്റ്റുഡിയോസ് ഉണ്ട്, അവിടെ എവിടെയാ പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അത് ഈ പറയുന്ന ഫസ്മിനയ്ക്ക് അത് വലിയൊരു എന്താ പറയാ, പുള്ളിക്കാരിനെ ഒരു ആക്കി സംസാരിച്ച രീതി തോന്നി. ശരിക്കും അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊരു പെട്ടെന്ന് കത്തിയില്ല. പണ്ട് മുതലേ നമ്മൾ സ്റ്റുഡിയോ എന്ന് കേൾക്കുന്നു. സ്റ്റുഡിയോ എന്ന് പറയുന്ന വാക്കുമായിട്ട് ഒരുമാതിരിപ്പെട്ട യങ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഒന്ന് പരിചയപ്പെട്ടു വന്നു. പക്ഷെ സാധാരണക്കാരായ പാവപ്പെട്ട കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 40s അല്ലെങ്കിൽ 50s ആ റേഞ്ച് നിൽക്കുന്ന ആളുകൾ, വളരെ സാധാരണ ജോലിയൊക്കെ ചെയ്തു പോകുന്നവരോട് പെട്ടെന്ന് സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ഇതിനെയാണ് വളരെ വൈകാരികമായിട്ട് അവർ റിയാക്ട് ചെയ്ത്. ഓട്ടോക്കാരൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രവൃത്തി അല്ലെ സംസാരം വളരെ മോശമായി പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലിട്ട് കുടഞ്ഞത്. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെയും ഒരു കാര്യമുണ്ട്, നിജസ്ഥിതി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ വ്യക്തി, അവർ സംസാരിക്കുന്ന ഒരു വ്യക്തി
അദ്ദേഹത്തിന്റെ ഒരു സംസാര ശൈലിയിൽ നിന്ന് തന്നെ നോർമലി മനസ്സിലാകും നമുക്കതൊരു അദ്ദേഹം ഒരു സ്റ്റുഡിയോ എന്ന് പറയുമ്പം അത് വളരെ തമാശപൂർവ്വം വളരെ നമുക്കത് എടുത്തിട്ട് ചേട്ടാ ആ സ്റ്റുഡിയോ അല്ല സ്റ്റുഡിയോ നമുക്ക് അങ്ങനെ ഏതൊക്കെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഭയങ്കര വൈകാരികമായിട്ട് എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ തേച്ചൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഓടിച്ച് ഉപജീവനമാർഗം കണ്ടെത്തുന്ന അദ്ദേഹം പറയുന്നുണ്ട് ഓട്ടോയിൽ കയറാൻ പോലും എന്താ പറയുന്ന ആളുകൾ മടിക്കുന്നത്. കാരണം ഒരാളെ കുറിച്ച് ഒരു മോശമായിട്ടുള്ള വാർത്ത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആണ്ടെ അവൻ അങ്ങനെ ചെയ്തു ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം മാറ്റും. അപ്പോൾ 10 പേര് അദ്ദേഹത്തെ അറിയാവുന്ന ആളുകളെല്ലാം സംസാരിക്കും അവൻ അങ്ങനെയാണ് ചെയ്ത് അവൻ വെള്ളമടിച്ചിട്ട് വണ്ടി ഓടിച്ചു അങ്ങനെയുള്ള പല രീതിയിലുള്ള സംസാരങ്ങളും പോവും. ആൾക്ക് വളരെ മോശമാവും. വളരെ എന്താ പറയുന്നത് അദ്ദേഹത്തിന് അത് മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഒരു സാധാരണക്കാരൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ പറയുന്ന ഇതെല്ലാം കേട്ടിട്ട് ടെൻസ്ഡ് ആവുകയും എന്താ പറയുന്ന അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു ഓട്ടോ ഓടി കിട്ടുന്ന കാര്യം ഇതുകൊണ്ട് വേണം വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുവാനായിട്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയും കൂടെ വരുമ്പം ഒരു സാധാരണക്കാരൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന ഒരു അവസ്ഥയല്ലേ ഇവിടെ കാണിച്ചത്. എന്തും സോഷ്യൽ മീഡിയ ഉണ്ട് എന്നുള്ളൊരു ധാരണയിൽ അവര് വിളിച്ചു പറഞ്ഞത് നിജസ്ഥിതി അറിയാതെ നമുക്കറിയാം. നേരത്തെ ഒരു ഷിംജിത എന്ന് പറയുന്ന പെൺകുട്ടി അനാവശ്യമായിട്ട് ബസ്സിൽ നിന്നിരുന്ന ഒരാൾ മോശമായിട്ട് തട്ടി സ്പർശിച്ചു എന്ന പേരിൽ പറഞ്ഞ് അദ്ദേഹത്തെ ക്രൂശിച്ചതിന് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സീനൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷെ ആള് മദ്യപിച്ച് ആ വണ്ടി ഓടിച്ചതെന്നുള്ളത് സ്വാഭാവികമായിട്ടും മദ്യപിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കേസാകുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു പെണ്ണും കൂടെ പറയുമ്പോഴത്തേക്ക് അതിനൊരു അത്യാവശ്യം വാല്യൂ കിട്ടും. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർ പറയുന്ന കാര്യങ്ങൾ ഓക്കെ ആണോ എന്നറിയാൻ ഒരു ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ എടുത്തു കഴിഞ്ഞാൽ തീരുന്ന കേസേ ഉള്ള ആൾ മദ്യപിച്ചിട്ടുണ്ടോ. ഇതിപ്പം ആൾക്ക് സ്റ്റുഡിയോ എന്ന് പറയുന്ന പദവുമായിട്ട് ഒരു എന്താ പറയുന്നത് നമ്മൾ സ്ഥിരം പറഞ്ഞ് ശീലിക്കാത്തത് കൊണ്ടുള്ള ഒരു പരിചയക്കുറവ് കൊണ്ട് സംഭവിച്ചു. സ്റ്റുഡിയോ എന്ന് പറയുന്ന കാര്യം നമ്മൾ പണ്ട് മുതലേ കേട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചെറുപ്പം മുതൽ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ സ്റ്റുഡിയോ സംബന്ധമായ വീഡിയോഗ്രാഫി അങ്ങനെയുള്ള പല കാര്യങ്ങളും പരിചയിച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു വാക്ക് നമുക്ക് പരിചയമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും സാധാരണ ഈ പറയുന്ന ചെറുപ്പക്കാർക്കൊക്കെ മനസ്സിലാവും സ്റ്റുഡിയോ എന്താണെന്ന്. ചിലപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന് പെട്ടെന്ന് കിട്ടിക്കാണും. ഇപ്പോൾ അദ്ദേഹത്തിന് അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും ചേട്ടാ സ്റ്റുഡിയോയിലേക്ക് നമ്മൾ ഇങ്ങനെ പോകണം അവിടെ ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ ഇത്ര രൂപയ്ക്ക് കിട്ടും എന്ന് പറയുവാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അതൊരു പുതിയ അറിവും കൂടെയാണ്. അതുപോലും മനസ്സിലാക്കാതെ അല്ലെ ഒരാൾക്ക് ഒരു കാര്യം അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു ഓട്ടോയിൽ കയറുകയാണ് ചേട്ടാ ഇന്ന സ്ഥലത്താണ് പോകേണ്ടതെന്ന് പറയുമ്പോൾ ചിലപ്പം അവർക്ക് അറിയത്തില്ല സ്പോട്ട് ഏതാണ്. അപ്പം നമ്മൾ പറയും ചേട്ടാ വഴി പറഞ്ഞു തരാം ഇന്ന വഴിയാണ് പോകേണ്ടത് ഇന്ന ജംഗ്ഷനിൽ ചെന്ന് ഇന്ന ജംഗ്ഷനിലോട്ടാണ് പോകേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു പുതിയ അറിവാണ്. അവർ നമ്മളെ കൃത്യ സ്പോട്ടിൽ കൊണ്ടുവിടും. പിന്നീട് വേറെ ആരെങ്കിലും ഈ പറയുന്ന പോലെ ഓട്ടോയിൽ കയറുമ്പോൾ ഇന്നടത്ത് ഇതേ സ്പോട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അവർക്ക് രണ്ടാമതൊരാളോട് ചോദിക്കേണ്ട കാര്യം വരുന്നില്ല. പുതിയൊരു അറിവാണ്. അത് അവർ ആ റൂട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകേണ്ടടുത്ത് സാധാരണക്കാരൻ്റെ കഞ്ഞിയിൽ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് വാരിയിട്ടിട്ടുള്ള പരിപാടി. ഒന്നാമത് ഇവരെക്കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് ഈ സോഷ്യൽ മീഡിയ വഴി കേൾക്കുന്നുണ്ട്. അത് എന്താണെങ്കിലും അതിൻ്റെ അകത്ത് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കരിവാരിത്തേക്കുന്ന പരിപാടികളൊക്കെയാണ്. അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഇദ്ദേഹത്തിനോട് ചെയ്ത ഈ ഒരു പ്രവൃത്തി ഭയങ്കര മോശമായിപ്പോയി. വളരെ വളരെ മോശമായിപ്പോയി. ഇപ്പോൾ അദ്ദേഹം തിരിച്ചൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ മാനനഷ്ടത്തിനോ അല്ലെങ്കിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്മിന എന്ന് പറയുന്ന ഈ യുവതി അകത്താണ് അല്ലെങ്കിൽ അതിന് ഉത്തരം നൽകേണ്ട ഒരു അവസ്ഥയാണ്. വളരെ വളരെ മോശമായി പോയൊരു പ്രവൃത്തിയാണിത്. ഓട്ടോക്കാരെ എല്ലാവരും മോശക്കാരാന്ന് കരുതരുത്. ഓട്ടോക്കാരെന്നല്ല സമൂഹത്തിലുള്ള എല്ലാ ആണുങ്ങളും മോശക്കാരാണ് എന്ന് കരുതരുത്. നല്ല കുറേ ആളുകളും ഉണ്ട് എന്നുള്ളത് തലയിൽ കയറണം. അല്ലെങ്കിൽ ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. ഈ കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് തോന്നുന്നവർക്ക് എന്നും അത് മഞ്ഞയായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. അതാണ് പ്രശ്നം. അവരുടെ കണ്ണിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ അവരുടെ ഉൾക്കാഴ്ചയുടെ കുഴപ്പം തന്നെയാണ്. അറിവ് കേട് അല്ലെങ്കിൽ തലയിൽ എന്താ പറയുന്നത് തലച്ചോറിന് പകരം ചാണകം വാരി തിരികെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. എന്തായാലും ഓട്ടോ ചേട്ടൻ ഇതുപോലെ ഒരു മാനനഷ്ടത്തിനൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വട്ടം കറങ്ങും. അതാണ് അവസ്ഥ. ഒരു ഷിംജിതയെ പോലെ മറ്റൊരു ഫസ്മിനെ ആയിത്തീരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അവിടെ ഒരാളുടെ ജീവൻ പോയി. പക്ഷേ എങ്കിലും ഇത് അദ്ദേഹത്തിൻ്റെ മാനം പോയൊരു കേസാണ്. ഉത്തരം പറയേണ്ടി വരും.